ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം അംശബന്ധത്തെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അനുപാതവും അംശബന്ധവും അനുപാതവും. വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ടുകളാണ് പറയാൻ പോകുന്നത്. എ ഈക്വൽ ടു 3/5 ബി ആയാൽ ഈ ബി അടിയിൽ വരും. എ ബൈ ബി, എ ഈക്വൽ ടു 3/5 ബി ആയാൽ എ ബൈ ബി എന്ന് പറയുന്നത് 3/5 വരും. 3/5 ഇൻറ്റു ബി എന്ന് പറയുന്ന എ ആയാൽ 3/5 അവിടെ തന്നെ ഇട്ടാൽ എ ബൈ ബി ഈക്വൽ ടു 3/5. അതായത് എ ഈസ് ടു ബി, എ അംശബന്ധം ബി എന്ന് പറയുന്നത് 3:5 ആയിരിക്കും. അതേ മോഡലിലെ ചോദ്യങ്ങൾ കാണാറുണ്ട്. എ ബൈ ബി ഈക്വൽ ടു 3/5 വരെ 1/2 ബി ആണെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു 1/2, എ ഈസ് ടു ബി ഈക്വൽ ടു 1:2. ഇവിടെ എക്സ് എ ഈക്വൽ ടു വൈ ബി ഈക്വൽ ടു ഇസഡ് സി ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. 1/x ഈസ് ടു 1/y ഈസ് ടു 1/z ആണ്. എക്സ് എ ഈക്വൽ ടു വൈ ബി ഈക്വൽ ടു ഇസഡ് സി ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് 1/x ഈസ് ടു 1/y ഈസ് ടു 1/z ആയിരിക്കും. ഇനി 1/x ഈസ് ടു 1/y ഈക്വൽ ടു 1/x ഈസ് ടു 1/y ഈസ് ടു 1/z എന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി ആയാൽ നമുക്ക് എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് അങ്ങനെയുള്ള പ്രോബ്ലങ്ങളും ചോദിച്ചു കാണാറുണ്ട്. എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എന്ന് പറയുന്നത് 1/a ഈസ് ടു 1/b ഈസ് ടു 1/c. 1/x ഈസ് ടു 1/y ഈസ് ടു 1/z തരും. എ ഈസ് ടു ബി ഈസ് ടു സി. എക്കും ബിക്കും സിക്കും പകരം വേറെ എന്തെങ്കിലും നമ്പർ ആയാൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എത്രയാണെന്ന് ചോദിക്കും. 1/a ഈസ് ടു 1/b ഈസ് ടു 1/c ആയിരിക്കും. എ ഈസ് ടു ബി എന്ന റേഷ്യോ കൺസിഡർ ചെയ്യുക. എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ക്യൂബ് ഈസ് ടു ബി ക്യൂബാണ്. എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എ ക്യൂബ് ഈസ് ടു ബി ക്യൂബാണ്. എ ഈസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ക്യൂബിക് റൂട്ട് ഓഫ് എ ഈസ് ടു ക്യൂബിക് റൂട്ട് ഓഫ് ബി. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. എ ഈസ് ടു ബി എന്നുള്ള ഒരു അംശബന്ധം കൺസിഡർ ചെയ്യുക, ഒരു റേഷ്യോ. അവിടെ എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. എ ഈസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യൂബിക് റൂട്ട് ഓഫ് എ ഈസ് ടു ക്യൂബിക് റൂട്ട് ഓഫ് ബി. എ ഈസ് ടു ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ. എ ഈസ് ടു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ഈസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് ബി. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അംശബന്ധങ്ങളുടെ കണക്കുകൾ ചെയ്യുമ്പോൾ ഇത് ഓർത്തിരുന്നാൽ പെട്ടെന്ന് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. ഇത് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ്. ഒരിക്കൽ കൂടി പറയാം. എ ഈസ് ടു ബി 3/5 വരെ 1/2 ആയിക്കോട്ടെ, 5/6 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ. എ ഈസ് ടു ബി സമം 5/6 ബി ആയാൽ എ ബൈ ബി ഈക്വൽ ടു 5/6. എ ഈസ് ടു ബി സമം 5:6. എക്സ് എ ഈക്വൽ ടു വൈ ബി ഈക്വൽ ടു ഇസഡ് സി ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് 1/x ഈസ് ടു 1/y ഈസ് ടു 1/z ആണ്. 1/x ഈസ് ടു 1/y ഈസ് ടു 1/z എന്ന് പറയുന്നത് 1/x ഈസ് ടു 1/y ഈസ് ടു 1/z എന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി ആയാൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് അങ്ങനെ ചോദിക്കാറുണ്ട്. 1/x ഈസ് ടു 1/y ഈസ് ടു 1/z ഈക്വൽ ടു 3:4:5 അങ്ങനെ പറഞ്ഞാൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് ചോദിച്ചാൽ 1/3 ഈസ് ടു 1/4 ഈസ് ടു 1/5 വരും. അതായത് എ ഈസ് ടു അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. എ ഈസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് എ ഈസ് ടു ക്യൂബിക് റൂട്ട് ഓഫ് ബി. എ ഈസ് ടു ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ. എ ഈസ് ടു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ റൂട്ട് ഓഫ് എ ഈസ് ടു റൂട്ട് ഓഫ് ബി. ഇവിടെ രണ്ട് സംഖ്യകളുടെ ഉസാഹ, അതായത് HCFും അംശബന്ധവും തന്നിരുന്നാൽ വലിയ സംഖ്യ കാണാൻ HCFും വലിയ സംഖ്യ കാണാൻ HCFും വലിയ റേഷ്യോയും കൂടെ ഗുണിക്കുക. ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ HCFും ചെറിയ റേഷ്യോയും കൂടെ ഗുണിക്കുക. അതായത് ഇവിടെ രണ്ട് സംഖ്യകളുടെ അംശബന്ധം റേഷ്യോ എത്ര തന്നിട്ടുണ്ട്? 5:3 ആണ്. HCFും തന്നിട്ടുണ്ട്. HCF 5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വലിയ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. വലിയ സംഖ്യ സമം HCF
ഇൻറ്റു വലിയ റേഷ്യോ. വലിയ റേഷ്യോ ഇവിടെ എത്രയാണ്? HCF 5 ആണ്. അതായത് 5 ഇൻറ്റു വലിയ റേഷ്യോ 5:3 വലിയ റേഷ്യോ ഏതാണ്? 5 ഇൻറ്റു 5 ആണ് വലിയ റേഷ്യോ. 25 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 25 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ രണ്ട് സംഖ്യകളുടെ HCF ഉസാഹ തന്നിട്ട് അംശബന്ധവും തന്നിരുന്നാൽ വലിയ സംഖ്യ കാണാൻ HCF ഇൻറ്റു വലിയ റേഷ്യോ, ചെറിയ സംഖ്യ കാണാൻ HCF ഇൻറ്റു ചെറിയ റേഷ്യോ. ഇവിടെ ഒരു ചോദ്യം, രണ്ട് സംഖ്യകളുടെ അംശബന്ധം 5:3 അവയുടെ ഉസാഹ അല്ലെങ്കിൽ HCF 5 ആയാൽ വലിയ സംഖ്യ എത്ര? വലിയ സംഖ്യ HCFും അംശബന്ധവും തന്നിരുന്നാൽ വലിയ സംഖ്യ കാണാൻ എന്ത് വേണം? വലിയ സംഖ്യാസമയം HCF ഉസാഹ ഗുണം വലിയ റേഷ്യോ. ഇവിടെ ഉസാഹ എത്ര? 5. വലിയ റേഷ്യോ എത്ര? 5:3 5 ഗുണം വലിയ റേഷ്യോ 5 ഗുണം 5 25. ചെറിയ സംഖ്യ ചോദിച്ചെങ്കിലോ HCF ഇൻറ്റു ചെറിയ റേഷ്യോ 5 ഗുണം 3 വരും. HCF 5 ഗുണം ചെറിയ റേഷ്യോ 5:3 3. ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ, ഇവിടെ വലിയ സംഖ്യ ചോദിച്ചുകൊണ്ട് HCF ഇൻറ്റു വലിയ റേഷ്യോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ x, y, z ഇവ അനുപാതത്തിലായാൽ x:y = y:z എന്നൊരു നിയമമുണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ 3 സംഖ്യകൾ അനുപാതത്തിലായാൽ x:y = y:z എന്ന്. ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള LDC ക്വസ്റ്റ്യൻ ആണ്. 4, 8 x അനുപാതത്തിലായാൽ എക്സിൻ്റെ വില കാണുക. അതായത് 4, 8 ഇപ്പോൾ ഈ നിയമം അനുസരിച്ച് നമുക്ക് പറയാമല്ലോ, x:y/z ഇവ അനുപാതത്തിലായാൽ x:y = y:z. അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട് 4, 8 x അനുപാതത്തിലാണ്. x:y/z അനുപാതത്തിലായാൽ x:y = y:z. അതുപോലെ ഇത് 3 അനുപാതത്തിലായാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4:8 = 8:x എന്ന് എഴുതാം. ഇനി ഇതിലൊരു നിയമമുണ്ട്, നമുക്ക് A:B = C:D ആയാൽ, രണ്ട് റേഷ്യോകൾ തുല്യമായാൽ നമുക്കിങ്ങനെ എഴുതാം. അതിനെ A/B = C/D എന്ന് എഴുതാം. അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 4/8 = 8/x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × x = 8 × 8. 4x = 64. x = 64. കൂടെ കിടക്കുന്ന 4 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക, 16 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 4, 8 x അനുപാതത്തിലാണ് തന്നിട്ടുണ്ട്. x,y,z അനുപാതത്തിലായാൽ x:y = y:z. അതിൻ്റെ ഒരു നിയമമാണ് അനുപാതത്തിൻ്റെ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. A:B = C:D ആയാൽ വിച്ച് ഇംപ്ലൈസ് A/B = C/D. രണ്ട് റേഷ്യോകൾ തുല്യമായാൽ A:B = C:D ആയാൽ A/B = C/D എന്ന് എഴുതാം. ഇവിടെ 4:8 ഈ നിയമം അനുസരിച്ച് 4, 8 x അനുപാതത്തിലായാൽ x,y,z അനുപാതത്തിലായാൽ x:y = y:z എന്ന് എഴുതാം. അതേപോലെ 4, 8 x അനുപാതത്തിലായാൽ 4:8 = 8:x എന്ന് എഴുതാം. 4/8 = 8/x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇംപ്ലൈസ് 4 × x = 8 ഗുണം 8. 4x = 8 ഗുണം 8 64. x കാണാൻ കൂടെ കിടക്കുന്ന 4 കൊണ്ട് 64 ഹരിക്കുക, അതായത് 16 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം, 16. ഇവിടെ രണ്ട് സംഖ്യകളുടെ LCMവും റേഷ്യോയും തന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സംഖ്യ എങ്ങനെ കാണാം? LCM / ചെറിയ റേഷ്യോ. ലസാഗുവും തന്നിരിക്കും, അംശബന്ധവും തന്നിരിക്കും. അതായത് വലിയ സംഖ്യ കണ്ടെങ്കിൽ LCM / ഇപ്പോൾ 3:5 വന്നേക്കുന്നത്. ഇപ്പോൾ LCM രണ്ട് സംഖ്യകളുടെ LCM 40ഉം 4:5 എന്ന റേഷ്യോയിലാണ് സംഖ്യകളും എങ്കിൽ വലിയ സംഖ്യ കാണാൻ LCM ചെറിയ റേഷ്യോ 4:5 ആണെങ്കിൽ LCM 40/4 വരും. ചെറിയ റേഷ്യോ 4:5 ചെറിയ റേഷ്യോ 4 ആണ്. ചെറിയ സംഖ്യ ചോദിച്ചെങ്കിലോ LCM / വലിയ റേഷ്യോ, അതായത് 4:5 ആണെങ്കിൽ LCM 40 ആണെങ്കിൽ 40/5 വരും. വലിയ റേഷ്യോ 4:5 വലിയ റേഷ്യോ. വലിയ സംഖ്യ ചോദിച്ചെങ്കിൽ LCM / ചെറിയ റേഷ്യോയും, ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ LCM / വലിയ റേഷ്യോ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:2, 3 അംശബന്ധം 2, അവയുടെ LCM 30 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ ചോദിച്ചത്, വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ LCM / ചെറിയ റേഷ്യോ. ഇവിടുത്തെ റേഷ്യോ ഏതാണ്? 3:2. LCM 30 / ചെറിയ റേഷ്യോ. വലിയ സംഖ്യ LCM / ചെറിയ റേഷ്യോ. ചെറിയ സംഖ്യ LCM / വലിയ റേഷ്യോ. ഇവിടെ വലിയ സംഖ്യ ചോദിച്ചേക്കുന്നത് LCM / ചെറിയ റേഷ്യോ. ഇവിടെ ചെറിയ റേഷ്യോ 2, 3:2 2. അതായത് LCM 30 / 2 15. ഓപ്ഷൻ എ ആണ് ഉത്തരം, 15.
ഒരു LDC ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15:75 സമയം 7:x ആയാൽ എക്സിൻ്റെ വില കാണുക. 15:75 സമം 7:x. A:B സമം C:D ആയാൽ വിച്ച് ഇംപ്ലൈസ് നമുക്കൊരു നിയമമുണ്ട് A/B = C/D. അതായത് 15:75 സമം 7:x ആയാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 15/75 സമം 7/x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 15 × x സമം 7 × 75. അപ്പോൾ എക്സ് കാണാൻ 7 × 75 കൂടെ കിടക്കുന്ന 15 വെച്ചിട്ട് ഹരിക്കുക. 15 × 5 75. അതായത് 7 × 5 സമം 35 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 35. ഇവിടെ 15:75 എന്ന് പറയുന്നത് 7:x ആയാൽ എക്സിൻ്റെ വില എത്ര? A:B സമം C:D ആയാൽ A/B = C/D എന്ന് എഴുതാം. ഇവിടെ അതുപോലെ അന്ന് 2 റേഷ്യോ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയുടെ തമ്മിലുള്ള ഡിവിഷൻ 15/75. അപ്പോൾ ഇതൊന്ന് 15:75 എന്ന് പറഞ്ഞ് ഈ സമയം 7:x ആയാൽ നമുക്ക് 15/75 എന്ന് പറയുന്നത് 7/x എന്ന് എഴുതാം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 15 × x സമം 7 × 75. x സമം 7 × 75 കൂടെ കിടക്കുന്ന 15 വെച്ചിട്ട് ഹരിക്കുക. 15 കട്ട് ചെയ്യുമ്പോൾ 7 × 5 35 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു വൃത്തത്തിൻ്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശം എന്താണ്? വ്യാസം എന്ന് പറഞ്ഞാൽ ആരത്തിൻ്റെ ഇരട്ടിയാണ്, 2r ആണ്. വ്യാസം d സമം 2r. വ്യാസം എന്ന് പറഞ്ഞാൽ ഇത്ര വരും സർക്കിൾ. ഇത് ഇത്ര r. വ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വരും. ഇത് നടുക്കൂടെ കടന്നു പോകുന്ന അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള വ്യാസം, അതായത് ഡയമീറ്റർ എന്ന് പറയും. വ്യാസം എന്ന് പറയുന്നത് 2r ആണ്. പരിധി, വൃത്തത്തിൻ്റെ പരിധി കാണാനുള്ള ഫോർമുല 2πr ആണ്. വ്യാസവും പരിധിയും തമ്മിലുള്ള അംശം എന്താണെന്ന് പറഞ്ഞാൽ 2r = 2πr. ഇവിടെ രണ്ടിടവും 2r കട്ട് ചെയ്യുക. ഇവിടെ 2r കട്ട് ചെയ്ത് ഇവിടെ 2r കട്ട് ചെയ്ത് ഇവിടെ 1 വരും. 2r 1 പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഒരു പൈ ഉണ്ട്. 2r കട്ട് ചെയ്താൽ പിന്നെ ഇവിടെ 1 ഉള്ളൂ. 2r × 1 എന്ന് പറയുന്നത് 2πr ആണ്. 2r കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:π വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് രണ്ടിടത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 വരും, ഇവിടെ പൈ വരും. 2r കട്ട് ചെയ്യുമ്പോൾ 2r ഇവിടെ 1:π വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ധാരാളം ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.